ഹലോ നമസ്കാരം. കഴിഞ്ഞ ദിവസം ടെസ്കോയിൽ പോയപ്പോൾ കണ്ട ഐറ്റം കേട്ടോ, ഞങ്ങൾ ഇടയ്ക്ക് മേടിക്കാറുള്ള. ഇതുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി റാപ്പും അതുപോലെ തന്നെ സാൻഡ്വിച്ചും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ പെട്ടെന്നൊരു ട്രിപ്പൊക്കെ പോകണമെങ്കിൽ പെട്ടെന്ന് ചുരുട്ടിക്കൂട്ടി കയ്യിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ സംഭവം കുശാൽ. ഡ്യൂട്ടിക്ക് പോകാൻ രാവിലെ ഇച്ചിരി ലേറ്റ് ആവുന്ന ദിവസവും അല്ലെങ്കിൽ പെട്ടെന്നൊരു യാത്രയൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്നാക്സ് ആയിട്ട് കൈ വെക്കാനും ഒക്കെ പറ്റിയ ഒരു ഐറ്റമാണ്. പെട്ടെന്നുണ്ടാക്കാം, അതുപോലെ തന്നെ പെട്ടെന്ന് കഴിച്ചും തീർക്കാം. ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ അധികം ഐറ്റം ഒന്നും വേണ്ട. വീട്ടിലുള്ള പച്ചക്കറിയും, അതായത് ക്യാരറ്റും ബീട്രൂട്ടും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലയോ, അതൊക്കെ ഉണ്ടെങ്കിൽ അത് പറക്കി എടുക്കുക. കൂട്ടത്തിലേ നമ്മൾ ഈ പറഞ്ഞ ആ ചിക്കൻ്റെ സ്ലൈസ്ഡ് ഐറ്റം കൂടി എടുക്കുക, അത്രയും മതി. ഇതുപോലെ ഫ്ലേവേർഡ് ആയിട്ടുള്ള ടിക്ക മസാലയൊക്കെ തേച്ചിട്ടുള്ള ഐറ്റം ഉണ്ട്, സാധാ പ്ലെയിൻ ആയിട്ടുള്ള ചിക്കൻ ഉണ്ട്. അപ്പം നമുക്ക് പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ വെച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഏകദേശം ഒരു ഹാഫ് കുക്ക്ഡ് മോഡലാണ് സംഭവമൊക്കെ വരുന്നത്, എങ്കിലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് വരട്ടി ഇങ്ങെടുക്കാം. നമ്മൾ മലയാളികൾക്ക് ഏത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പവും ദോശയും ഇടിയപ്പവും പുട്ടും കടലയും ഒക്കെ തന്നെയാണ് പ്രിയമെങ്കിലും ചില ദിവസങ്ങളിൽ താമസിച്ച് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിള്ളേർക്കൊക്കെ പെട്ടെന്ന് കൊടുത്തു വിടാൻ വേഗമൊന്നും കണ്ടില്ലെങ്കിലും ഒക്കെ ഇതുപോലൊന്നും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഓക്കെയാണ്. വലിയ ചിലവൊന്നും വരത്തില്ല, വിലയോ തുച്ഛം ഗുണമോ മെച്ചം എന്ന് പറയുന്നതിൻ്റെ കൂട്ട് രണ്ട് സൈഡും മുരിഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് കുടഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ മസാല വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമ്മളൊന്നും ചേർത്തിട്ടില്ല, ഓൾറെഡി ഉള്ള മസാല മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഫ്രിഡ്ജ് തുറന്നപ്പോൾ കണ്ട വെജിറ്റബിൾ ഇതാ കേട്ടോ, ക്യാരറ്റും കുക്കുംബറും. അത് നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പീസാക്കി എടുത്തു. തൊലി കളഞ്ഞിട്ട് വേണം എടുക്കാൻ കേട്ടോ, എങ്കിലേ കുറച്ചും കൂടെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. തൊലി കളയാതെ ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാൻ നല്ലപോലെ ഒന്ന് കഴുകി എടുത്തേച്ചാൽ മതി. പിന്നെ ഒരു അലങ്കാരത്തിന് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഞങ്ങൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എയർ ഫ്രയറിൽ ഒരു 160 ഡിഗ്രിയിൽ ഒരു 12-13 മിനിറ്റ് അങ്ങോട്ട് വെച്ച് ഇടയ്ക്ക് ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കിക്കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാർ. അപ്പോൾ നമ്മൾ പാൻ ഫ്രൈ ചെയ്തെടുത്ത സാധനം ഇച്ചിരി വലുപ്പക്കൂടുതലാണ്, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഞുറുക്കി എടുത്തു കഴിഞ്ഞാൽ അതും ഓക്കെ, എങ്കിലേ നമുക്ക് ആ റോളിനകത്ത് കറക്റ്റ് സെറ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ എല്ലാ ഐറ്റം കൂടെ ഒരു ബൗളിനകത്ത് ഇട്ട് വെക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും വേണമെങ്കിൽ ഒരു പൊടിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി എന്തോ വേണ്ടേ, നമുക്ക് കുറച്ച് സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ കുറച്ച് മയണൈസ് ഇത്ര ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇങ്ങെടുക്കണം. എനിക്കറിയാം ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റം എല്ലാവരും ഉണ്ടാക്കുന്നതുമാണെന്ന്. എന്തായാലും നിങ്ങളിത് കണ്ടു തുടങ്ങിയില്ലേ, അപ്പം മൊത്തം കണ്ടേക്കണേ. വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പേർക്കും കൂടെ ഒക്കെ സന്തോഷമാകും കേട്ടോ. അപ്പം ഇനി വേണ്ടത് നമുക്കൊരു ടോട്ടൽ റാപ്പാണ്. റാപ്പ് പല സൈസൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിലൊരു സാധനം എടുക്കുക, അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഐറ്റംസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, റോൾ ചെയ്യുക, പേപ്പറിലോട്ട് കവർ ചെയ്യുക, അത്രയേ ഉള്ളൂ സംഭവം. നമുക്കിവിടെ ടോട്ടില ചിക്കൻ റാപ്പ് തയ്യാർ. അപ്പം പ്രത്യേകിച്ചും നമ്മൾ യാത്രയിലൊക്കെ പോകുമ്പോഴേ ഇത് കയ്യിലെടുക്കുന്നെങ്കിൽ പിള്ളേർക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. പിന്നെ ഇടയ്ക്ക് നമ്മൾ കടകളിൽ കയറിയിട്ട് കാശും കളയത്തില്ല, സമയവും പോകത്തില്ല, അതും കൂടെ ഉണ്ട് ഒരു ഹൈലൈറ്റ് ആയിട്ട്. ഇനിയിപ്പോൾ റാപ്പ് ഇഷ്ടമല്ല എന്നുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ള വേറൊരു ഐറ്റം നമ്മുടെ ടോട്ടലി എടുക്കുക, ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കുക, എവിടെയാണോ സംഭവം സെറ്റ് ചെയ്യേണ്ടത് അവിടെ വെക്കുക, ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ ഓരോ ഫോൾഡിലും നിങ്ങൾക്ക് ഓരോരോ സ്കൂപ്പ് വെച്ചിട്ട് സാധനം ഇട്ട് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ. അപ്പം ഈ രണ്ട് ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കഴിക്കാനും അടിപൊളിയാണ്, കൊണ്ടുപോകാൻ എളുപ്പമാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബൈ ഫ്രം സ്ട്രീറ്റ്സ് ആൻഡ് ഫുഡ്.